നമ്മുടെ നാട്ടിലെ ദിവസവുമുള്ള സ്വർണ്ണവില യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരാൻ കാരണമെന്നാണ്. ഇതിന് പിന്നിലെ വലിയ സാമ്പത്തിക ശാസ്ത്രവും സ്വർണ്ണവില ഇങ്ങനെ കൂടിയാൽ നമ്മുടെ ഭാവി എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിതാ. ഇതിനെ നമുക്ക് ഇന്റർനാഷണൽ സ്പോട്ട് പ്രൈസ് ഡൊമസ്റ്റിക് മൾട്ടിപ്ലൈയിങ് ലോജിക് എന്ന് വിളിക്കാം. ഇന്ത്യയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ജ്വല്ലറിയോ നേരിട്ടല്ല. ഇതിന്റെ അടിസ്ഥാന വില വരുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ്. ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ, അതായത് LBMA ആണ് ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ ബേസ് പ്രൈസ് തീരുമാനിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ IBJ, ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ആഗോള വിലയെ ഇന്ത്യൻ രൂപയുടെ മൂല്യമായി USD to INR ഒത്തുനോക്കുന്നു. അതിലേക്ക് നമ്മുടെ രാജ്യം ഈടാക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയും നികുതികളും ചേർത്ത് ഇന്ത്യയിലെ വമ്പൻ സ്വർണ്ണ വ്യാപാരികളുടെ വില കൂടി കണക്കിലെടുത്ത് ഒരു ശരാശരി വില ദിവസവും രാവിലെ പുറത്തുവിടുന്നു. ഇപ്പോൾ സ്വർണ്ണവില സർവകാല റെക്കോർഡും ഭേദിച്ച് കുതിച്ചുയരാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. 1. ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധപ്രതീതിയും രാഷ്ട്രീയ അസ്ഥിരതയും. 2. ഡീഡോളറൈസേഷൻ, അതായത് ലോകത്തിലെ പല വമ്പൻ സെൻട്രൽ ബാങ്കുകളും നമ്മുടെ RBI ഉൾപ്പെടെ അമേരിക്കൻ ഡോളർ മേന്മയുള്ള വിശ്വാസം കുറച്ച് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കായി ടൺ കണക്കിന് സ്വർണ്ണം വൻതോതിൽ വാരിക്കൂട്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3. ഇന്ത്യൻ സ്വർണ്ണത്തിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി തിരിവ് സർക്കാർ 15% കുത്തനെ ഉയർത്തിയതുകൊണ്ട് ഇന്ത്യയിൽ എത്തുന്ന സ്വർണ്ണത്തിന്റെ ലാൻഡിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇനി ഈ വിലക്കയറ്റം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്താകും സംഭവിക്കുക എന്നതിനെ കുറിച്ച് എന്റെ ഒരു വ്യക്തിപരമായ ചിന്ത പങ്കുവെക്കാം. സ്വർണ്ണവില ഇനി ഉയർന്ന് 1 പവൻ 1.5 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആകുന്ന ഒരു ഭാവിയിലേക്ക് പോയാൽ സാധാരണക്കാർക്ക് ആഭരണങ്ങൾ വാങ്ങുക എന്നത് അസാധ്യമാകും. സ്വർണ്ണം എന്നത് വെറും ഒരു കല്യാണ ആവശ്യത്തിനുള്ള സാധനം എന്നതിൽ നിന്ന് മാറി വമ്പൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സോവറിൻ വെൽത്ത് അസറ്റായി മാറും. ആളുകൾ പവൻ കണക്കിന് ആഭരണങ്ങൾ വാങ്ങുന്ന പഴയ രീതി നിർത്തി ഡിസൈനർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് മാറും. ഈ ഒരു സാഹചര്യത്തിൽ പണം നഷ്ടപ്പെടുത്താതെ സ്വർണ്ണത്തിൽ നിന്ന് ലാഭം കൊയ്യാൻ ഏത് സ്മാർട്ട് വിദ്യ ഉപയോഗിക്കാം? ഡിജിറ്റൽ പേപ്പർ ഗോൾഡ് ആർക്കിടെക്ചർ ആയി പരീക്ഷിച്ച് നോക്കൂ. സ്വർണ്ണം വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന 3% GSTയും 15 മുതൽ 20% വരെയുള്ള പണിക്കൂലിയും കൊടുത്ത് ഭൗതികമായി വാങ്ങി ലോക്കലിൽ വെക്കുന്ന രീതി മാറ്റൂ. പകരം ഡിജിറ്റൽ ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ എന്നിവയിലേക്ക് മാറുക. ഇതിൽ പണിക്കൂലിയോ നികുതി ചോർച്ച സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ സ്വർണ്ണത്തിന്റെ വില കൂടുന്നതിനനുസരിച്ചുള്ള 100% ലാഭവും നിങ്ങളുടെ പോക്കറ്റിലെത്തും. സ്വർണം വെറുമൊരു മഞ്ഞലോഹമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ കണ്ണാടിയാണ്. അതാണ് വാല്യൂ ലോജിക്. വിപണിയിലെ ഇത്തരം ഞെട്ടിക്കുന്ന സാമ്പത്തിക രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.